അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 40 കൂടിയുള്ള 8 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ ശുകൻ വേദവ്യാസൻ്റെ നിർദ്ദേശപ്രകാരം മിഥിലയിലേക്ക് ജനക മഹാരാജാവിനെ കാണാനായിട്ട് വരുന്നു. അവിടെ വെച്ച് ഒരു കാവൽക്കാരൻ ശുകനെ തടയുന്നു. ശുകൻ്റെ വാക്കുകൾ കേട്ട് ആ കാവൽക്കാരൻ വളരെ വിഷമത്തോടുകൂടി തനിക്ക് പറ്റിയ തെറ്റിനെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശുകനോട് ചോദിക്കണു, അങ്ങേ തടഞ്ഞ അപരാധം അങ്ങ് ക്ഷമിക്കണം എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് ശുകൻ്റെ വാക്കുകളും പിന്നീട് ആ കാവൽക്കാരൻ്റെ വാക്കുകളൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ശുക ഉവാച കിം തേത്ര ദൂഷണം ക്ഷത്ത പരതന്ത്രോസി സർവധാ പ്രഭുകാര്യം പ്രകർത്തവ്യം സേവകേന യഥോചിതം ന ഭൂപദൂഷണം ചാത്ര യദഹം രക്ഷിതസ്ത്വയാ ചോരശത്രുപരിജ്ഞാനം കർത്തവ്യം സർവധാ ബുധൈ മമൈവ സർവധാ ദോഷോ യദഹം സമുപാഗത ഗമനം പരഗേഹേയല്ലഘൂതായാശ്ച കാരണം. പ്രതീഹാര ഉവാച കിം സുഖം ദ്വിജ കിം ദുഃഖം കിം കാര്യം ശുഭമിച്ഛത കശത്രുർഹിതകർത്ത കോ ബ്രൂഹി സർവം മമാദ്യ വൈ. ഹരേ. ശുക ഉവാച ദ്വൈവിധ്യം സർവലോകേഷു സർവത്ര ദ്വിവിധോ ജന രാഗീ ചൈവ വിരാഗീ ച തയോശ്ചിത്തം ദ്വിധാ പുനഃ
വിരാഗി ത്രിവിധ കാമം ജ്ഞാതോ അജ്ഞാതശ്ച മധ്യമ രാഗീ ച ദ്വിവിധ പ്രോക്തോ മൂർഖശ്ച ചതുരസ്തഥാ ചാതുര്യം ദ്വിവിധം പ്രോക്തം ശാസ്ത്രജം മതിജം തഥാ മതിസ്തു ദ്വിവിധാ ലോകേ യുക്തായുക്തേതി സർവഥാ പ്രതീഹാര ഉവാച യുക്തം ഭവതാ വിദ്വന്നാർത്ഥജ്ഞോഹം ദ്വിജോത്തമ തത്സർവം വിസ്തരേണാദ്യ യഥാർത്ഥം വദ സത്തമ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ ഉള്ള ശ്ലോകങ്ങൾ, 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്ലയോ ദ്വാരപാലക, നീയെന്തു കുറ്റത്തെ ചെയ്തു? അസ്വതന്ത്രനാണല്ലോ നീ എല്ലാ കാലത്തും. ആജ്ഞ നൽകും പ്രഭുവിൻ്റെ കാര്യങ്ങളെ വേണ്ട പോലെ അനുസരിക്കുന്നവനല്ലോ സേവകൻ സദാ. അരചനും ഇക്കാര്യത്തിൽ ഒട്ടും തന്നെ കുറ്റമില്ല. അതിനു കാരണം നീയും എന്നെ രക്ഷിച്ചു. ചോരനാണോ ശത്രുവാണോ എന്നു തിരിച്ചറിയണം. ചിത്തത്തിൽ വിവേകമുള്ളവനും സർവധാ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഏതുവിധം നോക്കിയാലും കുറ്റമെൻ്റേതു മാത്രം താൻ. കാരണം ഞാൻ ഇവിടേക്കു വന്നതു തന്നെ. മറ്റുള്ളവൻ്റെ ഗൃഹത്തിൽ പോകുന്നതു തീർച്ചയായും മഹത്തായ ദുഃഖത്തിനു കാരണമാകും. അല്ലയോ ബ്രാഹ്മണ ചൊല്ലു, സുഖമെന്ത് ദുഃഖമെന്ത്? ശുഭമാഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടതെന്ത്? ആരാണൊരുവനു ശത്രു, ആരാണു ഹിതകാംക്ഷിയും? അവിടുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശുകൻ പറഞ്ഞു,
സർവലോകത്തിലും ദ്വൈതഭാവം കാണാമറിയുക. സർവജനത്തിലും രണ്ടു തരക്കാരുണ്ട്. ആസക്തനുണ്ടല്ലോ അതുപോലെ വിരക്തനുമുണ്ട്. അവരിലും രണ്ടു തരക്കാരുണ്ട് തീർച്ച. വിരക്തന്മാർ മൂന്നു തരം, ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ. ശക്തന്മാരിൽ മൂർഖനുണ്ട് സമർത്ഥനുണ്ട്. സാമർഥ്യമു രണ്ടു തരം, ശാസ്ത്രജ്ഞാനജന്യമൊന്ന്. അപരമോ ബുദ്ധിയിൽ നിന്നുണ്ടായതല്ലോ. ബുദ്ധിയും രണ്ടു വിധത്തിൽ, യുക്തിയുക്തമായതൊന്ന്. അപരമോ യുക്തിരഹിതമെന്നോർക്കുക. അപരമോ യുക്തിരഹിതമെന്നോർക്കുക. പ്രതിഹാരൻ പറഞ്ഞു, തവ വാണി വേണ്ട പോലെ മനസ്സിലായില്ലതിനാൽ അവയെല്ലാം വിസ്തരിച്ചു പറഞ്ഞു തരൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. വീഴുന്നു നാമാംബികേ, വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന പ്രഭാഷണത്തിൽ ചെറിയ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ചിലരെങ്കിലും പറഞ്ഞു. ചില ആളുകൾക്കാണ് ആ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അത് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് വേണ്ട പോലെ ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് 89ാമത്തെ ദിവസം. ശുകനും കാവൽക്കാരനും തമ്മിലുള്ള സംഭാഷണം, അതാണ് നമ്മൾ പാരായണം ചെയ്തതും പിന്നീട് ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ശുകൻ്റെ മുമ്പിൽ കൂപ്പുകൈകളോടുകൂടി മാപ്പപേക്ഷിക്കുന്ന കാവൽക്കാരൻ. ആ കാവൽക്കാരൻ പറയുകയാണ്, വിമുക്താനാം ക്ഷമാബലം. വിമുക്തന്മാർക്ക്, ആ മുക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ക്ഷമയാണല്ലോ ഏറ്റവും വലിയ ബലം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ. തൽക്ഷന്തവ്യം മഹാഭാഗ. അത് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇന്ന് ശ്രീശുകൻ പറയുകയാണ്, കിം തേത്ര ദൂഷണം ക്ഷത്വാ പരതന്ത്രോസി സർവഥ. ഹേ ദ്വാരപാലക, നീ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്? സത്യത്തിൽ നീ എന്ത് കുറ്റമാണ് ചെയ്തത്? ഒരിക്കലും ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത ആളാണ് നീ. കാരണം നീ ഒരു സ്വാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അപ്പം തൻ്റെ പ്രഭുവിൻ്റെ കാര്യം
ഔചിത്യമനുസരിച്ച് പ്രഭുകാര്യം പ്രകർത്തവ്യം സേവകേന യഥോചിതം, ഉചിതമായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സേവകൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് നീ നിന്റെ സ്വാമി പറഞ്ഞത് ചെയ്തു എന്നല്ലാതെ നീ എന്നോട് പ്രത്യേകമായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് എന്നോട് ക്ഷമയാചിക്കുന്നത്? ന ഭൂപദൂഷണം ചാത്ര യദഹം രക്ഷിതസ്ത്വയ. ഇപ്പം രാജാവിനും ഇതിൽ കുറ്റമുണ്ടെന്ന് പറയാൻ പറ്റില്ല. നീ രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവനാണ്, അപ്പം നിനക്ക് കുറ്റമില്ല, രാജാവിനും കുറ്റമില്ല, കാരണം നീ എന്നെ രക്ഷിച്ചില്ലേ. സത്യത്തിൽ ചോരശത്രു പരിജ്ഞാനം, ചോരനാണോ കള്ളനാണോ അതെയോ ശത്രുവാണോ എന്ന് വിവേകമുള്ളവർ തിരിച്ചറിയ തന്നെ വേണം എന്ന് പറയുന്നു. ചോരശത്രു പരിജ്ഞാനം കർത്തവ്യം സർവഥാ ബുധൈ. ബുദ്ധിയുള്ള ആളുകൾക്ക്, വിവേകമുള്ള ആളുകൾക്ക് അത് മനസ്സിലാകണം, തിരിച്ചറിയണം. മമൈവ സർവഥാ ദോഷോ യദഹം സമുപാഗത. ഞാനാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്, കുറ്റം എൻ്റേതാണെന്നാണ് ഏത് നിലയ്ക്ക് നോക്കിയാലും. കാരണം ഞാനിവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. മറ്റുള്ളവരുടെ ഗൃഹത്തിൽ പോവുക, ഗമനം പരഗേഹേയൽ ലഘുതായാശ്ച കാരണം, അത് വലിയ ദുഃഖത്തിന്, ഊനതയ്ക്ക് കാരണമായി തീരും. അപ്പം അതുകൊണ്ട് ഞാനിവിടെ വന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് തെറ്റ് ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല, ഞാൻ അങ്ങടാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് അവിടെ ആ പരോക്ഷമായിട്ട് ശുകൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ കാവക്കാരൻ ചോദിക്കുകയാണ്, കിം സുഖം ദ്വിജ കിം ദുഃഖം കിം കാര്യം ശുഭമിച്ഛത. ഹേ ബ്രാഹ്മണ, എന്താണ് സുഖം? കിം സുഖം കിം ദുഃഖം, എന്താണ് ദുഃഖം? കിം കാര്യം ശുഭമിച്ഛത, ശുഭമാഗ്രഹിക്കുന്ന ആളുകൾ, ഈ ജീവിതത്തിൽ ശുഭം വേണം, ശുഭകാംക്ഷികളായിരിക്കുന്ന ആളുകൾ, ശുഭേച്ഛുക്കളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവശ്യം ചെയ്യേണ്ടത് എന്താണ്? പിന്നെ ക ശത്രുഹിതകർത്താക്കോ ബ്രൂഹി സർവം മമാദ്യവൈ. ആരാണ് ശത്രു, ആരാണ് ഹിതകർത്താവ്? ക ശത്രുർ ഹിതകർത്താക്കോ ബ്രൂഹി സർവം മമാദ്യവൈ. ഇതെല്ലാം എന്നോട് ഇപ്പം തന്നെ പറയണേ. എൻ്റെ സംശയങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെയാ സുഖമെന്താണ്, ദുഃഖമെന്താണ്, ശുഭം ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കർമ്മം എന്താണ്, ശത്രു ആരാണ്, ഹിതകാരി ആരാണ്, അല്ലെങ്കിൽ മിത്രമാരാണ്. മിത്രത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയാണ് ഹിതകാംക്ഷിക്ക്, അല്ലേ? പിന്നെ ശുകൻ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞു, ദ്വൈവിധ്യം സർവലോകേഷു. ഈ ലോകത്തിൽ, സകല ലോകത്തിലും ഈ ദ്വൈതഭാവമുണ്ട്, രണ്ട് എന്നുള്ള ചിന്തയുണ്ട്. നീ ചോദിച്ചില്ലേ സുഖം എന്താണ്, ദുഃഖം എന്താണ്, ശത്രു ആരാണ്, മിത്രമാരാണ്? സർവത്ര ദ്വിവിധോ ജനഃ. ജനങ്ങൾ എവിടെയും രണ്ട് തരത്തിലുണ്ട് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണ് ജനങ്ങളുടെ രണ്ട് തരം? രണ്ട് തരക്കാര്. ഒരു തരക്കാര് ആസക്തൻ, മറ്റേ ആൾക്കാര് വിരക്തൻ. രാഗീ ചൈവ വിരാഗീച്ച. രാഗി എന്ന് പറഞ്ഞാൽ ആസക്തൻ, വിരാഗി വൈരാഗ്യമുള്ളവൻ, അത് വിരക്തൻ. തയോശ്ചിത്തം ദ്വിധാപുന. ഈ ആസക്തൻ്റെയും വിവിക്തൻ്റെയും മനസ്സും രണ്ട് തരത്തിലാണെന്ന്. എന്താ അത്? വിരാഗി ത്രിവിധ കാമം ജ്ഞാതോ ജ്ഞാതശ്ച മധ്യമ. വിരക്തന്മാർ മൂന്ന് തരത്തിലുണ്ട്. അത് ആദ്യത്തെ ആളുകളെ ജ്ഞാതൻ, അറിയുന്നവൻ, അജ്ഞാതൻ, അറിയാത്തവൻ. എല്ലാം അറിയുന്നവനും എല്ലാം അറിയാത്തവനും വിരക്തന്മാരിൽ. പിന്നെ ഇതിനിടയിൽ കിടക്കുന്ന ചില ആളുകളുണ്ട്, അവരാണ് ഈ മധ്യമന്മാരെന്ന് പറയുന്നത്. രാഗി ച ദ്വിവിധ പ്രോക്തോ. രാഗിയോ ആസക്തന്മാര്, അവർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മൂർഖശ്ച ചതുരസ്തഥ. ഒന്ന് മൂർഖനാണ്, വിഡ്ഢിയാണ്. സംസ്കൃതത്തിൽ മൂർഖൻ എന്ന പദം ബുദ്ധിയില്ലാത്തവൻ, വിഡ്ഢി എന്ന പദത്തിലാണ് അത് ഉപയോഗിക്കുക. മറ്റേ ആൾ ചതുരനാണ്. ചതുരൻ എന്ന് പറഞ്ഞാൽ സമർത്ഥനാണ് എന്നർത്ഥം. അപ്പോൾ വിരക്തന്മാര് മൂന്ന് തരക്കാര്, ആസക്തന്മാര് രണ്ട് തരക്കാര്. വിരക്തന്മാര് ജ്ഞാതൻ, അജ്ഞാതൻ, മധ്യമൻ. സക്തന്മാര് രണ്ട് തരക്കാര്. മറ്റത് മൂന്ന് തരക്കാരാണെങ്കിൽ ഇത് രണ്ട് തരക്കാര്, മൂർഖൻ, സമർത്ഥൻ. പിന്നെ ഈ സാമർഥ്യോ അതും രണ്ട് തരത്തിലുണ്ട് എന്നാണ്. ചാതുര്യം ദ്വിവിധം പ്രോക്തം. ഈ സാമർഥ്യമുണ്ടല്ലോ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ശാസ്ത്രജം, ഒന്ന് ശാസ്ത്രത്തിൽ നിന്നുണ്ടായത്. അണ്ടജം എന്ന് പറഞ്ഞാൽ അണ്ടത്തിൽ നിന്നുണ്ടായത്, പത്മജം എന്ന് പറഞ്ഞാൽ പത്മത്തിൽ നിന്നുണ്ടായത്, അങ്ങനെയാണ്. അപ്പം ഇവിടെ ഒന്ന് ശാസ്ത്രജമാണ്, ശാസ്ത്രത്തിൽ നിന്നുണ്ടായതാണ്.
മറ്റൊന്ന് മതിജം, അത് ബുദ്ധിയിൽ നിന്നുണ്ടായതാണ്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, മഹാമതി എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമാൻ എന്നാണ്. മഹാമതിം ദിവ്യമയൂരവാഹം, അല്ലേ? സുബ്രഹ്മണ്യൻ്റെ ശ്ലോകത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മതി ബുദ്ധിയാണ്. ഇങ്ങനെ യുക്തിയുക്തവും അതേപോലെ യുക്തിരഹിതവും. ഈ ബുദ്ധി തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് യുക്തിയുക്തമായി ചിന്തിച്ച് മനസ്സിലാക്കുന്ന ബുദ്ധി, മറ്റൊന്ന് യുക്തിരഹിതമായിരിക്കുന്ന ബുദ്ധി. അപ്പം ഇതിനെ എങ്ങനെ തിരിക്കുകയാണ്? ഈ ദ്വൈതഭാവം, ആസക്തൻ വിരക്തൻ. വിരക്തന്മാർ മൂന്ന് തരത്തിൽ, ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ. സക്തന്മാർ രണ്ട് തരത്തിൽ, ഒരാൾ വിഡ്ഢി, ഒരാൾ സമർത്ഥൻ. സമർത്ഥന്മാർ രണ്ട് തരക്കാരുണ്ട്, ശാസ്ത്രത്തിൽ നിന്നുണ്ടായതും ബുദ്ധിയിൽ നിന്നുണ്ടായതും. പിന്നെ ഈ ബുദ്ധിയും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് യുക്തിയുക്തമാണ്, മറ്റൊന്ന് യുക്തിരഹിതമാണ്. ഒന്ന് യുക്തി സഹിതമാണ്, മറ്റൊന്ന് യുക്തി രഹിതമാണ്. ഇത് കേട്ടപ്പോൾ ആ കാവക്കാരൻ വീണ്ടും ചോദിക്കുകയാണ്, യുക്തം ഭവതാ വിദ്വൻ അർത്ഥജ്ഞോഹം ദ്വിജോത്തമ തത്സർവം വിസ്തരേണാദ്യ യഥാർത്ഥം വദ സത്തമ. ഹേ ദ്വിജോത്തമ, വിജ്ഞനായിരിക്കുന്ന അറിവുള്ള ബ്രാഹ്മണ ഉത്തമനായിരിക്കുന്ന അവിടുത്തോട് ചോദിക്കുകയാണ്, അങ്ങ് പറഞ്ഞതിൻ്റെയൊക്കെ ആ അർത്ഥം, വിദ്വൻ അർത്ഥോജ്ഞോഹം, അജ്ഞനാണ് ഞാൻ, അതറിയാനുള്ള കഴിവ് എനിക്ക് ഇല്ല. അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവുന്ന തരത്തിൽ, അങ്ങക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം, എന്നാൽ അങ്ങയുടെ അറിവ് എനിക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിലും രീതിയിലും പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? ഇപ്പം ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഭാഷയിലും അവർക്ക് മനസ്സിലാവാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം. എല്ലാം പഠിച്ച്, അല്ലേ? PhD ഒക്കെ എടുത്ത ഒരാൾ വന്നിട്ട് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്കിതൊന്നും മനസ്സിലായില്ല. തത്സർവം വിസ്തരേണാദ്യ യഥാർത്ഥം വദ സത്തമ. അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവുന്ന തരത്തിൽ എല്ലാം വിസ്തരിച്ചു പറയൂ എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് കാവക്കാരൻ. ശുകൻ അതിന് നൽകുന്ന മറുപടിയാണ് നമ്മൾ നാളെ കേൾക്കാൻ ഭഗവതി അനുവാദം തരിക. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.